മണ്ണെറിഞ്ഞാലും പൊന്നു കായ്ക്കുന്ന. പല വർഷം പരശതം ആളുകളുടെ മുന്നിൽ പാടി കയ്യടികൾ ഒരുപാട് നേടിയിട്ടും ഇന്നിവർ ഓർമ്മിക്കപ്പെടാതെ പോകുന്ന ഒരു പാട്ടുകാരി. അതെ, പലരും മറന്നുപോയിരിക്കുന്നു ഇവരെ. അനസൂയ എന്ന ഇന്നലെയുടെ ഈ ഗായികയെ, തീയിൽ കുരുത്തൊരു പാട്ടുകാരി, ഇന്ന് തീരാവേദനകളുടെ കൂട്ടുകാരി. അതാണ് അനസൂയ. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല ഗായികമാരിൽ ഒരാളാണിവർ. ഭാരതം സ്വതന്ത്രമാകും മുൻപേ കേരളം ഹൃദയത്തിൽ സ്വീകരിച്ച പാട്ടുകാരി. പ്രസിദ്ധികൾ പലതുമുണ്ടായിട്ടും എന്തേ ഈ അനസൂയ ഓർമ്മിക്കപ്പെടാതെ പോകുന്നു? ഞാനൊരു ചെറിയൊരു പാട്ടുകാരിയായിരുന്നു. യോഗങ്ങളിലും അവിടെ ഇവിടെയൊക്കെ പാടുന്ന ഏർപ്പാടുകളുണ്ടായിരുന്നത്. ഏതാണ്ട് ഒരു 6 വയസ്സ് കഴിഞ്ഞപ്പോൾ തൊട്ടേ രാഷ്ട്രീയ ജീവിതമായിട്ട് ഞാൻ ഇറങ്ങിയതാണ്. ഒരുപാട് ബുദ്ധിമുട്ടി. ഒരു കയർ ഫാക്ടറി തൊഴിലാളിയുടെ മകളാണ് ഞാൻ. ഒരുപാട് പ്രയാസങ്ങൾ. ഇപ്പോൾ ഒരു 11 മക്കളുണ്ട് ഞങ്ങൾ. ഈ 11 മക്കളെയും സംരക്ഷിച്ചു പോകേണ്ട ചുമതല ഞങ്ങളുടെ അച്ഛനാണ്. കയർ ഫാക്ടറി തൊഴിലാളി അച്ഛനാണുള്ളത്. അന്ന് ഈ ചെറിയ ചെറിയ നാടകങ്ങൾ ഞങ്ങളുടെ ഈ നാട്ടിൻപുറത്തുണ്ടായിട്ടുണ്ട്. അതിനൊക്കെ ഈ ബഫൂൺ പാർട്ടെന്ന് പറഞ്ഞൊരാളുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ കോമഡിയായിട്ട് അഭിനയിക്കുന്ന നാടകത്തിന് ഇറങ്ങാൻ നേരത്ത് തന്നെ നാടകം ഈ കോറസ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ബഫൂൺ ഇറങ്ങി വരും. അങ്ങനെ ആളുകളെ പിടിച്ചിരുത്താനുള്ള ഒരു ഏർപ്പാടുകളാണ് ബഫൂണിനാണുള്ളത്. അങ്ങനത്തെ അന്നൊരു കൊച്ചുകുട്ടി എന്നുള്ള നിലയ്ക്ക് ഞാൻ ബഫൂൺ പാർട്ടായിരുന്നു ആദ്യം. അങ്ങനെ അതാണ് അമ്മാവും പഠിപ്പിച്ചത്. അങ്ങനെ ഒരുപാട് രംഗങ്ങളിലൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ യേശുദാസിൻ്റെ അച്ഛൻ്റെ സ്റ്റേജിലൊക്കെ ഞാൻ ബഫൂണായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ചെറുപ്പമാണ്, അത് വളരെ കൊച്ചാണ് ഞാൻ. അത് കഴിഞ്ഞ് ആണ് തിരുവിതാംകൂർ കയർ ഫാക്ടറി വർക്കേഴ്സ് യൂണിയൻ്റെ വാർഷികത്തിലാണ് ഞാൻ രാഷ്ട്രീയത്തിലോട്ട് കടക്കുന്നത്. മണ്ണെറിഞ്ഞാലും പൊന്നു കായ്ക്കുന്ന മണ്ണാണൻ നാട്ടിലെന്നൊക്കെ. പാടാനും അഭിനയിക്കാനും അത്യധികം ഇഷ്ടമായിരുന്നു അനസൂയയ്ക്ക്. കൊച്ചു കലാകാരിയുടെ കഴിവുകൾ കണ്ടറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കാനും ആളുകളുണ്ടായി. കൗമാരം കടക്കും മുമ്പേ അനസൂയ നാട്ടിലെ താരമായി. നാടിന്റെ മോചനത്തിനു വേണ്ടിയായിരുന്നു ആദ്യകാല പാട്ടുകൾ. ഒരു ജനതയുടെ സ്വപ്നങ്ങളായിരുന്നു പാട്ടുകളിൽ തുടിച്ചു നിന്നിരുന്നത്. സ്വതന്ത്ര ഭാരതം എന്ന സ്വപ്നം. കയർ ഫാക്ടറി വർക്കേഴ്സ് യൂണിയനൊരു ഒരു കലാകേന്ദ്രം ഉണ്ടായി. ആ കലാകേന്ദ്രത്തിൽ മെമ്പറായിരുന്നു ഞാനും ആരപ്പി സദാനന്ദെന്ന് പറഞ്ഞൊരു ചെക്കനുണ്ടായിരുന്നു. ബേബി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അത് ഞങ്ങൾ രണ്ടുപേരുമാണ് ആദ്യം ഈ കലാകേന്ദ്രത്തിലെ സന്താനങ്ങൾ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ മക്കൾ ഞങ്ങളാണ്. അത് കഴിഞ്ഞാണ് മേദിനി വരുന്നത്. അത് കഴിഞ്ഞാണ്ട് വലിയ താമസമില്ലാതെ അങ്ങനെ മേദിനി, അങ്ങനെ ഞങ്ങളെപ്പോലെ ഒരുപാട് ആളുകൾ ചേർന്ന് രാമൻകുട്ടിയാശാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അഭയദേവ് എന്നാണ് പുള്ളിയുടെ പേര്. രാമൻകുട്ടിയാശാനായിട്ടാണ് അറിയപ്പെടുന്നത്. പുള്ളിയാണ് പിന്നെ ഞങ്ങളെല്ലാവരെയും ഈ രംഗങ്ങളിൽ വളർത്തിക്കൊണ്ടുവരാനും പഠിപ്പിക്കാനും ഒക്കെ ഇടയായിട്ടുള്ളത്. ഈ കലാകേന്ദ്രം ഉണ്ടാക്കാനുള്ള കാരണം തന്നെ തൊഴിലാളി വർഗത്തിൻ്റെ മക്കൾക്ക് കലാവാസനയുള്ള പിള്ളേരുണ്ട്, അവരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു വേദി ഉണ്ടാക്കണം എന്ന് പറഞ്ഞാണ് ഒരു കലാകേന്ദ്രം ഉണ്ടാക്കുന്നത്. ആ കലാകേന്ദ്രത്തിൻ്റെ സന്തതികളാണ് മേദിനി ചേച്ചിയും ഞാനും, അങ്ങനെ കുറേ ആളുകൾ. ഒരു കലാകാരിയായി അറിയപ്പെടണമെന്ന ആഗ്രഹം കൊണ്ടൊന്നുമല്ല അനസൂയ പാടി തുടങ്ങുന്നത്. വീട്ടിലെ നിത്യദാരിദ്ര്യത്തിൽ നിന്നും മോചനം തേടിയായിരുന്നു അത്. പാട്ടുകാരി കുട്ടിക്ക് ഭക്ഷണം വിളമ്പാൻ പലരുമുണ്ടായി. പശി കടക്കാൻ പാടി തുടങ്ങിയ ആൾ പാടിപ്പാടി വളർന്നു. രാഷ്ട്രീയ പാട്ടുകാരി എന്ന നിലയിൽ കേരളം ഈ ഗായികയെ അറിഞ്ഞു തുടങ്ങുന്നത് പിന്നീടാണ്. സാമ്പത്തികമായിട്ട് ഒരുപാട് അധപ്പതിച്ച് ജീവിക്കുന്നൊരു കാലയളവാണ് അന്ന്. ഈ ഭാരത കിടക്കുന്ന കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ അന്ന് ഒരുപാട് പട്ടിണി കിടക്കുന്ന എല്ലാ കുടുംബങ്ങളും ബാജറ, ഗോതമ്പ്, അരി കിട്ടാത്തൊരു കാലം, ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന കാലത്ത് അന്ന് അതിനെതിരായിട്ട് അന്നത്തെ സാമൂഹ്യ രീതിക്കെതിരായിട്ടുള്ള പ്രവർത്തനമാണ് അന്ന് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. അതിനാണ് ഈ അസന്നമായി സജീവ സമരം ഭാരതഭൂമിയിലും ഫാസിസവർഗം കൊള്ളയടിക്കാൻ ഭാരതഭൂമിയിലും എൻ്റെ ഭാരതഭൂമിയിലും. ഇങ്ങനെ ഉള്ള പാട്ടുകൾ ഓരോ കടകളുടെ വാതുക്കലും നടന്ന് ഞങ്ങൾ പാടിയിട്ടുണ്ട്. അന്ന് സർ CP ഭരിക്കുന്ന കാലമാണ്.
സർസിപിക്കെതിരായിട്ടുള്ള പ്രവർത്തനമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ കൂടെയാണ് ഞങ്ങളന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ആരും പ്രേരിപ്പിച്ചിട്ടല്ല. നമുക്ക് പിന്നെ പ്രേരണയുണ്ട്. എന്നെ പ്രേരിപ്പിക്കാതെ എന്തായാലും ഞാൻ ഒരു കൊച്ചുപെണ്ണെന്നുള്ളതൊക്കെ എനിക്ക് രംഗത്ത് വരാൻ ഒക്കുകയല്ലോ. അതിന് ഈ നേതാക്കന്മാരും എൻ്റെ അമ്മാവനും ഒക്കെ എന്നെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ പാട്ട് പാടുന്നതിന് വേണ്ടിയിട്ടും രാഷ്ട്രീയമായിട്ട് മുൻപോട്ട് നീങ്ങുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും അന്ന് എൻ്റെ നേതാക്കന്മാരും എൻ്റെ അമ്മാവനും എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്.